കാർഗിൽ രാജ്യത്തിന് ജ്വലിക്കുന്ന ഓർമ്മയാകുമ്പോൾ കേണൽ വിശ്വനാഥനും മരണമില്ല. ജന്മനാടായ തൃപ്പൂണിത്തുറ അദ്ദേഹത്തെ എന്നും നെഞ്ചേറ്റുന്നു. കേണൽ വിശ്വനാഥനെ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? അദ്ദേഹം ഈ വാർ സമയത്ത് സ്വന്തം ജീവൻ ബലിയർപ്പിച്ചതാണ് നമ്മുടെ നാട്ടിനു വേണ്ടി. അദ്ദേഹത്തിന് രക്ഷപ്പെടാമായിരുന്നു, ജീവൻ രക്ഷപ്പെടാമായിരുന്നു. പക്ഷേ അതിനെക്കാട്ടും മറ്റുള്ള ആൾക്കാരെ, കൂടെ വന്ന ജവാന്മാരെ രക്ഷിക്കുക, വരുന്ന ശത്രുക്കളെ എങ്ങനെ തുരത്തണമെന്നുള്ള ഡയറക്ഷൻ കൊടുക്കാനുള്ള പുള്ളി അതിൻ്റെ ഒരു ലീഡറായിരുന്നു. സോ ഹീ ഡിഡ് ഹിസ് ജോബ് ഇൻ എ വെരി ബട്ട്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി 39-ാമത്തെ വയസ്സിൽ ത്യാഗോജ്വലമായ സേവനമനുഷ്ഠിച്ച് ജീവൻ വെടിഞ്ഞ ഈ ധീര പോരാളിയെ ഓർക്കാനായിട്ടാണ് നമ്മളിവിടെ കൂടിയേക്കുന്നത്. On behalf of the Southern Naval Command and on my personal behalf, I express my sincere gratitude to Colonel Vishwanathan, who has shown exemplary valor during the Kargil war. Colonel Vishwanathante ത്യാഗത്തിനെയും പുള്ളി കാണിച്ചിരിക്കുന്ന അതിസാഹസികമായ ധൈര്യത്തിനെയും അനുമോദിക്കുന്നു. അതിർത്തിയിൽ സംഘർഷം കനക്കുകയാണ്, ഞാൻ അങ്ങോട്ട് നീങ്ങുകയാണ്, എന്ത് സംഭവിക്കുമെന്ന് അറിഞ്ഞുകൂടാ എന്ന് ഭാര്യയ്ക്ക് കത്തെഴുതി വെച്ചുകൊണ്ട് അത് പോസ്റ്റ് ചെയ്യാൻ പറ്റാതെ ഇരുന്ന ഒരാളാണ് ശ്രീ കേണൽ വിശ്വനാഥ്. അപ്പം മരണം മുന്നിൽ കണ്ടുകൊണ്ട് എന്തും സംഭവിക്കും എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് അദ്ദേഹം ആ സംഘർഷ മേഖലയിലേക്ക് നീങ്ങിയത്. നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നത് സാറിനെ പോലെയുള്ളവരുടെ ആ സാക്രിഫൈസാണ്. അപ്പോൾ ഇതെല്ലാം പുതിയ തലമുറയ്ക്ക് ഒരു പ്രചോദനമാകണം, അവരിലേക്ക് ഇതൊക്കെ എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ സ്കൂളുകളിലും ഉള്ള കുട്ടികളോടൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വിമുക്ത ഭടന്മാരെയൊക്കെ സന്ദർശിക്കാനും അവരുടെ കഥകൾ കേൾക്കാനും അതിൽ നിന്ന് പ്രചോദനം കൊണ്ട് രാജ്യത്തിന് സേവിക്കാനുള്ള ഒരു ഉൾക്കരുത്ത് അവർക്കുണ്ടാകണം. കേണൽ വിശ്വനാഥൻ്റെയും മറ്റ് ധീര ജവാന്മാരുടെയും മരിക്കാത്ത ഓർമ്മകൾ എക്കാലവും ഹൃദയത്തിൽ ജ്വലിക്കുമെന്ന് ജന്മനാടും രാജ്യവും ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. ആന്റണി ഗ്രിഗറിക്കൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.